പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സംസ്ഥാനത്ത് ആരോഗ്യമേഖല പൂർണ്ണ സ്തംഭനത്തിലാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലും മാത്രമാണ് ആരോഗ്യവകുപ്പ് നേരിട്ടിരുന്ന പ്രശ്നമെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയുടെ ഫലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ആരോഗ്യവകുപ്പിലെ ഏകോപനക്കുറവും സ്ഥലംമാറ്റത്തിലെ അപാകതകളുമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. സംസ്ഥാനത്ത് ചികിത്സാ പിഴവുകളുടെ പരമ്പരയാണെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിയ മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പാലക്കാട് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി പറയുന്നു സാർ. മണിക്കൂറുകൾക്കകം DMO പറയുന്നു പാലക്കാട് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്. ഒരു കണക്കിന് പാലക്കാട്ടുകാർക്ക് ഭാഗ്യമുണ്ട് സാർ, അവിടെ ഒരു DMO എങ്കിലും ഉണ്ടല്ലോ സാർ. കോഴിക്കോട് ഒരു DMO പോലും ഇല്ല സാർ. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ആരോഗ്യമേഖലയിൽ ഭീകരാന്തരീക്ഷമില്ലെന്നാണ് മന്ത്രി കെ മുരളീധരന്റെ മറുപടി. 10 വർഷക്കാലത്തെ റീൽസും അവസാന 5 വർഷക്കാലത്തെ വീണമീട്ടലുമാണ് വകുപ്പ് നേരിടുന്ന ഏക പ്രതിസന്ധിയെന്ന് കെ മുരളീധരൻ തിരിച്ചടിച്ചു. ഇല്ല സാർ, ആരോഗ്യവകുപ്പിൽ ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലും ആയിരുന്നു സാർ. ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കെ മുരളീധരൻ നടത്തിയ പ്രസംഗങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന പ്രതിസന്ധി ഉൾക്കൊള്ളാതെയാണ് കെ മുരളീധരൻ സംസാരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ എരണം കെട്ടവര് ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിന്റെ മാരകമായ പ്രകടനശേഷിയാണത് കാണിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.